കുറച്ചു കാലം ഇൻഷാ അല്ലാ ഈ ഒരു ഇസ്മ എൻ്റെ കടം അള്ളാഹു വീട്ടിത്തരും എന്ന നീയത്ത് വെച്ച് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തത്. എൻ്റെ കടം റബ്ബ് വീട്ടിത്തരും എന്ന നീയത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഇസ്മ ചൊല്ലുക. ഈ ഇസ്മ ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കരുതേണ്ടത് ഇത് അള്ളാഹുവിൻ്റെ നാമമാണ്, അള്ളാഹുവിൻ്റെ പേരാണ്. ഈ പേരുകൊണ്ട് അള്ളാഹു വലിയ അൽഹംദുലില്ലാ 3 മാസത്തിനുള്ളിൽ എൻ്റെ ആ കടം വീടാനുള്ള വലിയ മാർഗം എനിക്ക് തുറന്നു കിട്ടി. ആ കടം വീടി ആദ്യം നിങ്ങളെയാണ് വിളിക്കുന്നത് എന്ന് അത് കേട്ടപ്പോൾ നമുക്കും വലിയ സന്തോഷമായി. അത് നമ്മുടെ പവർ കൊണ്ടല്ല, മറിച്ച് ആ ഇസ്മിൻ്റെ മഹത്വം. അള്ളാഹു എത്ര വലിയവനാണ്, അള്ളാഹു എത്ര പവറുള്ളവനാണ്, അവൻ്റെ നാമങ്ങൾക്ക് എത്ര ഫദലുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഇസ്മ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ നാമമാണ്, അള്ളാഹുവിൻ്റെ പേരാണ്. ഈ പേരുകൊണ്ട് അള്ളാഹുവിനെ വിളിക്കുമ്പോൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ ഖൽബിൻ്റെ മുറാദ് കേൾക്കും എന്ന നിയ്യത്തോടു കൂടിയിട്ട് നിങ്ങൾ അത് ചൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അൽ ഹഖ് എന്ന നാമം പറഞ്ഞു. അൽ ഹഖ്, ഹഖ് നമ്മൾ കേട്ടില്ലേ, ഹഖ് തആല, ഹഖ് യാഥാർത്ഥ്യം, സത്യം. അള്ളാഹു എന്നത് വലിയ സത്യമാണ്, അള്ളാഹുവാണ് ഏറ്റവും വലിയ സത്യം, അള്ളാഹുവാണ് ഏറ്റവും വലിയ ഹഖ്. ആ ഹഖ് എന്ന നാമം അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പവർഫുള്ളായ ഒരു നാമമാണ്. എത്ര കൊടിയ കടമുണ്ടെങ്കിലും വീടി കിട്ടാൻ ഈ ഒരു നാമം കൊണ്ട് നമുക്ക് കഴിയും, ഈ ഒരു നാമം ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഞാനൊരു എണ്ണം പറഞ്ഞുതരാം, മഹാന്മാർ പറഞ്ഞു തരാം. തഖൂൽ, നിങ്ങൾ പറയണം, നീ പറയണം യൗമിയൻ, എല്ലാ ദിവസവും 108 തവണ. എത്ര തവണ? 108 തവണ. 108 തവണ ഹഖ് എന്ന നാമം, യാ ഹഖ് യാ ഹഖ് യാ ഹഖ് യാ ഹഖ് എന്ന് ഇങ്ങനെ പറയാം. യാ ഹഖ്, യാ അള്ളാഹ് ചേർക്കണമെന്നില്ല, യാ ഹഖ് എന്ന് കിതാബിലുള്ളൂ. യാ ഹഖ് എന്ന് 108 തവണ എല്ലാ ദിവസവും ഒരാൾ മുടങ്ങാതെ നല്ല നിയ്യത്ത് വെച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ, ഞാൻ ആ എണ്ണം പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന്, കൃത്യമായി ചൊല്ലി അതിൻ്റെ ഫലമായിട്ട് കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് അദ്ദേഹത്തിന് അതിനുള്ള വഴികൾ തുറന്നു കിട്ടിയിട്ടുണ്ട് എന്ന്. അള്ളാഹു ആ കടം അള്ളാഹു എന്ത് ചെയ്തു, അദ്ദേഹം വീട്ടി. കടം വീട്ടിയതിന് ശേഷം ആദ്യമായി എന്നെ വിളിച്ചിട്ടാണ് പറഞ്ഞത്, ഉസ്താദേ എൻ്റെ കടങ്ങൾ മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ വീട്ടിയിട്ടുണ്ട്, ഞാൻ നാട്ടിലേക്ക് വന്നു എന്ന്. എന്തൊരു സന്തോഷം ഉണ്ടാവും, അപ്പം മനസ്സിന് എന്തൊരു റാഹത്ത് ഉണ്ടാവില്ലേ.